നമ്മളിന്ന് പറയുന്നത് ഒരു കുറുക്കന്റെ കഥയാണ്. വൻ ശക്തികളായ ലോകരാജ്യങ്ങളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കാൻ ശ്രമിക്കുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന കുറുക്കന്റെ കഥ. ഈ കഥയുടെ വേര് തേടി പോകണമെങ്കിൽ വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കണമെങ്കിലും നമ്മൾ 2025 തുടക്കകാലത്തിലേക്ക് പോകുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു. തങ്ങൾക്ക് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് വൈറ്റ് ഹൗസിലെത്തിയ ഉക്രൈൻ പ്രസിഡന്റായ സെലൻസ്കിയെ ട്രംപ് അവമാനിച്ചു വിടുന്നു. അതിന്റെ പിന്നിൽ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. ശത്രുവിന്റെ ശത്രു മിത്രമാണല്ലോ. ഉക്രൈനെ അപമാനിച്ചു വിടുന്നതിലൂടെ ഉക്രൈന്റെ ശത്രുവായ റഷ്യയെ കളത്തിൽ പിടിക്കാമെന്ന് ട്രംപ് വ്യാമോഹിച്ചു. ആ ഒരു വ്യാമോഹത്താൽ ട്രംപ് റഷ്യൻ പ്രസിഡന്റായ വ്ളാദിമിർ പുതിനോട് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു. പുതിൻ അത് കാര്യമാക്കിയില്ല എന്ന് മാത്രമല്ല, തീർത്തും അവഗണിക്കുകയും ചെയ്തു. ട്രംപിനെ സംബന്ധിച്ച് അതൊരു അഭിമാനക്ഷതമായിരുന്നു. കാരണം ട്രംപ് അധികാരമേറ്റപ്പോൾ പറഞ്ഞ വാക്കെന്താണ്? ലോകമെമ്പാടുമുള്ള സമാധാനത്തിനായി താൻ ശ്രമിക്കുമെന്നും യുദ്ധം നിർത്താൻ തന്നെ താൻ പരിശ്രമങ്ങൾ നടത്തുമെന്നുമാണ്. അഭിമാനക്ഷയത്താൽ ട്രംപ് ഒരു പ്രസ്താവന നടത്തി. മറ്റൊരു വൻശക്തിയായ ഇന്ത്യക്കുമിട്ടൊരു കൊട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെയും റഷ്യയുടെയും സാമ്പത്തിക വ്യവസ്ഥ ഡെഡ് ഇക്കണോമിയാണ്, അതായത് മരവിച്ച സാമ്പത്തിക വ്യവസ്ഥയാണ് എന്നായിരുന്നത്. മൗനം വിദ്വാനുഭൂഷണം. നരേന്ദ്രമോദി അതത്ര കാര്യമാക്കിയില്ല. പക്ഷേ വ്ളാദിമിർ പുടിൻ വിടാൻ തയ്യാറായില്ല. ശീതയുദ്ധകാലത്തെ സോവിയറ്റ് യൂണിയന്റെ ഡെഡ് ഹാൻഡ് അമേരിക്ക മറക്കരുത് എന്നായിരുന്നു പുതിൻ്റെ ആ ഒരു പ്രസ്താവന. എന്താണ് ഡെഡ് ഹാൻഡ്? അമേരിക്ക തങ്ങളുടെ ന്യൂക്ലിയർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സോവിയറ്റ് യൂണിയന്റെ എല്ലാ ഭരണ സംവിധാനങ്ങളെയും സൈനിക സംവിധാനങ്ങളെയും തുടച്ചു നീക്കിയാലും പ്രീ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, അതായത് ആണവായുധങ്ങൾ വഹിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ശത്രുരാജ്യത്തിന് നേരെ തനിയെ തൊടുക്കപ്പെടുകയും അങ്ങനെ ശത്രുരാജ്യത്തെ തുടച്ചു നീക്കുകയും ചെയ്യും. പുതിൻ്റെ ഈ ഒരു പ്രസ്താവന ട്രംപിന് മറ്റൊരടിയായി മാറി. ബ്രിക്സ് രാജ്യങ്ങളുടെ ഭാഗം എന്നുള്ള നിലയിൽ റഷ്യയും ഇന്ത്യയും ഒക്കെ നേരത്തെ തന്നെ ട്രംപിന്റെ കണ്ണിലെ കരടായിരുന്നു. ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയും ചേർന്നാണ് ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രിക്സ് രാജ്യങ്ങൾ തങ്ങളുടെ ചരക്ക് കൈമാറ്റത്തിനായി സ്വന്തം കറൻസി ഉപയോഗിക്കുന്നത് ട്രംപിന് അത്ര പിടിച്ചിട്ടില്ലായിരുന്നു. കാരണം ഡോളറിനോടുള്ള ബഹുമാനക്കുറവാണ് അത് എന്നാണ് ട്രംപ് കരുതിയിരുന്നത്. റഷ്യ ഉക്രൈൻ വെടിനിർത്തലിന് കാര്യമായി ശ്രമിച്ച ട്രംപ് മറ്റൊന്നുകൂടി ലക്ഷ്യമിട്ടിരുന്നു: സമാധാനത്തിനുള്ള നോബൽ സമ്മാനം. ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തിലും ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിലും ട്രംപ് കാണിക്കുന്ന ഈ അമിതമായ താല്പര്യം ഈ ഒരു ലക്ഷ്യം വെച്ചാണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ലോകരാജ്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ ട്രംപ് ശ്രമം തുടങ്ങിയിട്ട് കാലം കുറച്ചായിരുന്നു. അതിൻ്റെ ആദ്യപടിയായി എല്ലാ രാജ്യങ്ങൾക്കും 10% ബേസ് താരിഫ് ട്രംപ് ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് അഡീഷണൽ താരിഫ് എന്ത് വേണമെന്നുള്ളത് അമേരിക്കയും ആ രാജ്യവും തമ്മിലുള്ള ബന്ധം തീരുമാനിക്കും എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ നിലപാട്. അതനുസരിച്ച് ഓരോ രാജ്യങ്ങളും അമേരിക്കയുമായി നെഗോഷിയേഷൻ നടത്തണം. ട്രംപിൻ്റെ ഈ ഒരു നിലപാടനുസരിച്ച് ഇന്ത്യയുടെ താരിഫ് 26%. പിന്നീട് നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം അത് കുറയ്ക്കുകയും 90 ദിവസത്തേക്ക് ട്രംപ് അത് നിർത്തലാക്കുകയും ചെയ്തു. ആ 90 ദിവസത്തിൻ്റെ കാലാവധി തീരുന്നത് ഓഗസ്റ്റ് 1-നാണ്. ഈ 90 ദിവസങ്ങൾക്കുള്ളിൽ ചില സംഭവ വികാസങ്ങൾ ലോകത്ത് നടന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധസമാനമായ അന്തരീക്ഷമായിരുന്നു ഒന്ന്. അവിടെ വെടിനിർത്തലിന് ശേഷം ട്രംപ് ചില അവകാശവാദങ്ങൾ നടത്തി. താൻ ഇടപെട്ടതുകൊണ്ടാണ് വെടിനിർത്തൽ നടന്നതെന്നും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള സമാധാന ദൂതനായി താൻ മാറിയെന്നുമൊക്കെയായിരുന്നു ആ ഒരു പ്രസ്താവന. ഇന്ത്യ പക്ഷേ ഈ ഒരു പ്രസ്താവനയെ തീർത്തും തള്ളിക്കളഞ്ഞു. അങ്ങനെ ഇന്ത്യ ട്രംപിൻ്റെ കണ്ണിലെ കരടായി മാറി. ട്രംപിനെ പ്രകോപിപ്പിക്കുന്ന മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു: ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര കരാർ. ഇന്ത്യയിലെ എണ്ണ ഉപയോഗത്തിൻ്റെ 35% ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നായിരുന്നു. എന്ന് പറയുമ്പോൾ ഇന്ത്യയും ചൈനയും ഒക്കെയാണ് റഷ്യയുടെ പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ. അമേരിക്ക ഉദ്ദേശിച്ചത് ഇതാണ്, അതായത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് വേണ്ട ഫണ്ട് റൈസ് ചെയ്യുന്നത്, അതായത് സാമ്പത്തിക ശേഷി റഷ്യ സംഭരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെയാണെന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവ വികാസങ്ങളും അതിൻ്റെ കൂടെ ആ 90 ദിവസത്തെ ടൈം പീരീഡിൻ്റെ കാലാവധി അവസാനിക്കുകയും ചെയ്തതോടെ ഓഗസ്റ്റ് 1 ട്രംപ് ഞെട്ടിപ്പിക്കുന്ന ആ പ്രഖ്യാപനമായി വന്നു. ഇന്ത്യക്ക് മേൽ 25% താരിഫ് ഏർപ്പെടുത്തുന്നതെന്നായിരുന്നു അത്. ഒന്നോർക്കുക, ബ്രിക്സ് രാജ്യമെന്നുള്ള നിലയിൽ ഓൾറെഡി 10% താരിഫ് ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്നു. അങ്ങനെ 35% താരിഫ്, അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രോഡക്റ്റിനെ അമേരിക്കയിലെ ഒരു ഇമ്പോർട്ടർ ഇറക്കുമതി ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ 1,35,000 രൂപ കൊടുക്കണം, അതായത് 35% താരിഫ്. ഒന്നോർക്കുക, മറ്റ് രാജ്യങ്ങൾ, അതായത് ഇന്തോനേഷ്യ എന്ന് പറയുന്നത് 19% മാത്രമേ താരിഫുള്ളൂ, വിയറ്റ്നാം 20%, അതുപോലെ 15% താരിഫ് മാത്രമേ കൊറിയയ്ക്കുള്ളൂ. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കുമല്ലോ അമേരിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ടേഴ്സ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യക്കിട്ട് നല്ലൊരു അടി കൊടുക്കാമെന്നായിരുന്നു ട്രംപിൻ്റെ ഒരു വിചാരം. താരിഫ് ഇന്ത്യയെ ബാധിക്കും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. കാരണം
ടെക്സ്റ്റൈൽ രംഗത്തെ അതായത് ഗാർമെൻറ്റ്സുകൾ കയറ്റിവിടുന്ന അല്ലെങ്കിൽ ലെതർ പ്രോഡക്ട്സും ഓട്ടോമൊബൈൽ പ്രോഡക്ട്സും അതുപോലെ പ്രിഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസും ഒക്കെ കയറ്റിവിടുന്ന കമ്പനികളെ സംബന്ധിച്ച് അതൊരടി തന്നെയായിരുന്നു. എന്തിനേറെ പറയുന്നു, സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ കമ്പനികൾ പോലും പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ എക്സ്പോർട്ടേഴ്സിന് പോലും അതൊരു അടി തന്നെയായിരുന്നു. അതിലൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇതിനൊരു പ്ലാൻ ബി നരേന്ദ്രമോദിയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം നടത്തി. ഇന്ത്യയിലെ ജനങ്ങൾ സ്വദേശി വസ്തുക്കളോട് കൂടുതൽ താല്പര്യം കാണിക്കണമെന്നും വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ ശ്രമിക്കണമെന്നുമായിരുന്നു അത്. ഒന്നോർക്കുക, ലോകത്തെ എല്ലാ ഉൽപ്പാദക രാജ്യങ്ങളെ സംബന്ധിച്ച്, വ്യാവസായിക രാജ്യങ്ങളെ സംബന്ധിച്ച് ഇന്ത്യ ഒരു വലിയ ഉപഭോക്താവാണ്. അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവർക്കെല്ലാം വലിയൊരു അടിയാണ് ഇതിലൂടെ കിട്ടുന്നത്. അങ്ങനെ സ്വാഭാവികമായും എല്ലാ രാജ്യങ്ങളും ട്രംപിന് മേൽ പ്രഷർ ചെലുത്തുകയും ട്രംപിൻ്റെ തീരുവ എടുത്തു കളയിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ലോകത്തെ മൂന്നാമത്തെ വൻശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ പിണക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ട്രംപിന് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ട്രംപ് സമീപഭാവിയിൽ തന്നെ മുട്ടുമടക്കുമെന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാം. ട്രംപ് എന്ന കുറുക്കൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്